നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവ 1:9. ധൈര്യം എന്നത് ഭയത്തിന്റെ അഭാവമല്ല, മറിച്ച് അനിശ്ചിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. മോശയ്ക്ക് ശേഷം നേതൃപദവിയിലേക്ക് ചുവടുവെച്ച യോശുവ ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുക എന്നത് ദുഷ്കരമായ ദൗത്യത്തെയാണ് അഭിമുഖീകരിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ഈ കൽപ്പന ഒരു നിർദ്ദേശമായിരുന്നില്ല, മറിച്ച് പ്രവർത്തനത്തിലേക്കുള്ള ആഹ്വാനമായിരുന്നു. ധൈര്യവും ശക്തിയും വരുന്നത് സ്വയാശ്രയത്തിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിലും വാഗ്ദാനങ്ങളിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക, അതാണ് പ്രധാനം. ഭയമോ നിരുത്സാഹമോ കാരണം നാം എത്ര തവണ മടിക്കുന്നു? ഈ വാക്യം നമ്മുടെ സംശയങ്ങളെ നേരിടാനും ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് ധൈര്യത്തോടെ ചുവടുവയ്ക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. അവന്റെ സാന്നിധ്യം നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടല്ല. അവന്റെ സ്വധൈര്യം എന്നത് ഭയത്തിന്റെ അഭാവമല്ല, മറിച്ച് അനിശ്ചിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ നമുക്കിന്നായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.